ഇനി വരുന്നത് ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. അവിടെ ഇതാ അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിക്കുന്നു എന്നത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം സംഭാവന നൽകിയത് ആരൊക്കെ എന്നത് അവർ ആദ്യം പരിശോധിക്കും. അവരിൽ നിന്ന് ഈ സ്വർണം സംഭാവന നൽകിയവരിൽ നിന്നായിരിക്കും ആദ്യം വിശദാംശങ്ങൾ തേടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ അവരുടെ തുടർ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം സംഭാവന നൽകിയവരുടെ മൊഴിയെടുക്കുക എന്നതാണ്. പിന്നീട് ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഇത് UDFിൻ്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലായിരുന്നു ഈ കൊടിമര പുനർനിർമ്മാണം നടന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണം UDF ഭരണകാലത്ത് നടന്നതുകൊണ്ട് തന്നെ ഈ വിഷയം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണോ സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു വിവരം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കേണ്ടതായി വരുന്നത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഡേറ്റയാണ്. അതായത് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം. ആ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് ഒരു ചെലവും ഇല്ല, മറിച്ച് സ്പോൺസർഷിപ്പിലൂടെയാണ് ഇത് നടത്തുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ ഒന്നും തുക മാറ്റിവെക്കേണ്ടതായി വരുന്നില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പണം ചെലവാക്കിയത് ദേവസ്വം ബോർഡിൽ നിന്ന് അടക്കം എന്നുള്ളതാണ്. ഏതാണ്ട് 8 കോടി രൂപയോളമായിരുന്നു അയ്യപ്പ സംഗമത്തിന് പ്രതീക്ഷിച്ചിരുന്ന ചിലവ്. അത് 5 കോടി രൂപയോളം, അത് 8 കോടി രൂപയോളമായി ഉയർന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഏതാണ്ട് 3.5 കോടിയോളം രൂപ ദേവസ്വം ബോർഡിലേക്ക് തിരികെ വരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ള സ്പോൺസർഷിപ്പ് ഇല്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ പന്തൽ പോലെയുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിക്ക് CPMുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ആ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിന് ടെൻഡർ വിളിച്ചിരുന്നില്ല എന്ന വിവരമടക്കം ഒക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇതാ വീണ്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയൊരുങ്ങുകയാണ്. ഡാൻ ചേരുന്നു. ഡാൻ, ഞാൻ അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കൊടിമര വിവാദം അല്ലെങ്കിൽ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ തന്നെ അജയ് തറയിൽ പറയുന്നത് ഭരണസമിതിക്ക് അതിൽ ഒരു പങ്കുമില്ല, അവർ അഴിമതി നടത്തിയിട്ടില്ല, ഈ സ്വർണം ആർക്ക് നൽകി എന്നതിൻ്റെ രേഖകളില്ലാതെ പോകുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. അങ്ങനെയുള്ള മറുപടികൾ ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാളയത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ സാധിക്കുമോ? രാഷ്ട്രീയമായി വലിയ വിമർശനം ഇപ്പോൾ കോൺഗ്രസിന് നേരിടേണ്ടതായി വരില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളിലേക്ക് ഇടതുപക്ഷം കടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ കൊടിമരത്തിലെ സ്വർണം അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി വിജിലൻസ് അന്വേഷണത്തിന് SITയുടെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ DYSP ഹരി CS-ന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും ദ്രുത പരിശോധനയിലൂടെ 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അതായത് അന്തരിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. നമുക്കറിയാം അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങൾ. ആദ്യഘട്ടത്തിൽ അജയ് തറയിൽ തന്നെ ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് 3.2 കോടി രൂപ കൈപ്പറ്റിയതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ആരുടെയും പക്കൽ നിന്ന് ഈ കൊടിമരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ കൈവശം വാങ്ങിയിട്ടില്ലായിരുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ സ്വീകരിച്ചിരിക്കുന്ന സംഭാവനകൾക്ക് പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങൾ അടക്കം ഈ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിന് തിരികെ രസീത് നൽകിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു വീഴ്ച. അതായത് ഇങ്ങനെ സംഭാവനകൾ ആയി നൽകുന്നതിന് രസീത് നൽകുന്ന ഒരു പതിവില്ല എന്നാണ് അന്നത്തെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. 3A പ്രകാരം കൃത്യമായി രസീതുകൾ നൽകണമെന്നൊരു വ്യവസ്ഥ നിലനിൽക്കെ എന്തുകൊണ്ട് അത് നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയായിരിക്കും വിജിലൻസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുക. പക്ഷേ അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ കൂടി ഈ വിഷയത്തിൽ പുകമുറയിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത്
ഇത് സർക്കാരായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നതെങ്കിൽ അതിനെ കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കളെയും സംശയനിലയിൽ നിർത്താനായി രാഷ്ട്രീയമായി വിജിലൻസിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ ഇത് SITയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്കെതിരെ പറയുന്നത് പോലെയാകും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അത്തരത്തിൽ നടത്തിയാൽ. പക്ഷേ സുതാര്യമായിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള അഴിമതിയോ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ നടന്നിട്ടില്ല ആ സമയത്തെന്ന് അജയ് തറയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും 1 മാസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ 1 മാസം എന്ന് പറയുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാകും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെ കൂടി സംശയനിലയിൽ നിർത്തിക്കൊണ്ട് ഈ കൊടിമരത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന വിജിലൻസിന്റെ പരിശോധന നടക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. അതായത് നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ ഇതിന് മറുപടി നൽകേണ്ട ഒരു സാഹചര്യം. നേരത്തെ നമുക്കറിയാം അടൂർ പ്രകാശിലും ആന്റോ ആന്റണിയിലും തുടങ്ങിയ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അതിപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്ന ബോർഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനേത് തരത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് മറുപടി പറയും എന്നതാണ് ഇനി അറിയാനുള്ളത്. രാഷ്ട്രീയമായി വിഷയത്തിൽ എങ്ങനെ മറുപടി പറയും കോൺഗ്രസ് എന്നതാണ്. എങ്കിൽ ഇപ്പോഴിതാ ഡാൻ മറ്റൊരു വിഷയം എന്നത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടതാണ്. അയ്യപ്പ സംഗമം അന്ന് നടത്തുമ്പോൾ തന്നെ അത് വിവാദമായ പശ്ചാത്തലമുണ്ട്. എന്താണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നതാണ്. അത് ശബരിമലയുടെ പുനർനിർമ്മാണത്തിനും ശബരിമലയെ കൂടുതൽ മികവുറ്റതാക്കുന്നതിനും വേണ്ടിയാണ്. അതിൽ വിശ്വാസികളുടെ ഒരു സംഗമം തന്നെയാണത്. സർക്കാർ ചെലവോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിന് പ്രത്യേകിച്ച് നഷ്ടമോ ഒന്നുമില്ല എന്ന് വിലയിരുത്തിയിരുന്ന ഒന്ന്. അവിടെയാണ് ഏതാണ്ട് 8 കോടി രൂപയോളമാണ് ഇതിന് മുടക്കേണ്ടി വന്നത് എന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്നത് ഇപ്പോഴും സംശയമാണ്. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ശബരിമലയിൽ വന്നത് എന്നത്. ഇപ്പോഴിതാ ഈ അയ്യപ്പ സംഗമം നടത്തിയതിൽ സർക്കാർ യഥാർത്ഥത്തിൽ കോടതിയടക്കം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിക്ക് മുന്നിലും സർക്കാർ പറഞ്ഞത് ഇതിന് സർക്കാരിന് ബാധ്യതയില്ല എന്നാണ്. ഇപ്പോഴിതാ ഈ പണം ചെലവാക്കിയത് സർക്കാർ ഖജനാവിൽ നിന്ന് എന്ന് തന്നെ ആണ് വ്യക്തമാകുന്നത്. ദേവസ്വം ബോർഡ് പണം മുടക്കിയെന്ന് മനസ്സിലാകുന്നു. ഇത് തിരികെ ലഭിക്കും എന്നാണ് പറയുന്നതെങ്കിലും അയ്യപ്പ സംഗമം നടന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അതെങ്ങനെ തിരികെ ലഭിക്കും എന്നതിലൊക്കെ വ്യക്തതയുണ്ടോ, അതും വലിയ തോതിൽ ചർച്ചയാകുന്നു. അത് CPM-നെയും LDF-നെയും വീണ്ടും ആക്രമിക്കാനുള്ള ഒരു ആയുധമായി എതിരാളികൾക്ക് മാറുകയാണോ? ഈ വിവാദങ്ങൾക്കിടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭയിൽ ഈ കാര്യം ഈ ചോദ്യത്തിന് മറുപടി തേടിയത്. അതിന് മന്ത്രി VN വാസവൻ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം അഡ്വാൻസ് ഇനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര രൂപ ചെലവഴിച്ചു എന്നതിൽ കൃത്യമായൊരു വിശദീകരണമില്ല. സ്പോൺസർമാരിൽ നിന്ന് തുക ലഭിച്ചപ്പോൾ അത് തിരികെ നിക്ഷേപിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 5 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ ചെലവ് വന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതിന് സ്പോൺസർമാർ ആകെ എത്ര തുക നൽകി സംഭാവനയായി, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിന് വ്യക്തമായി ദേവസ്വം മന്ത്രി തന്നെ വൈകാതെ മറുപടി നൽകിയേക്കും. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ സ്പോൺസർമാർ അടക്കം നൽകിയ തുക അത് എത്രയായിരുന്നു, അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ഇനത്തിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്, അതിൽ സ്പോൺസർമാർ നൽകിയ പണത്തിൽ നിന്ന് എത്രയാണ് തിരികെ നിക്ഷേപിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടുകളിലേക്ക്. അതായത് ഈ അഡ്വാൻസായി നൽകിയ തുകയ്ക്ക് പകരം സ്പോൺസർമാരിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ച് എത്ര പകരം ചെലവഴിച്ചിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനുണ്ട്. അതേസമയം നിയമസഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ കണക്കുകൾ കൃത്യമായി പരാമർശിക്കുന്നില്ല. അതിന് പകരം അഡ്വാൻസായി തുക സ്വീകരിച്ചിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന്, അത് സംഭാവനയായി ലഭിച്ചപ്പോൾ തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു എന്ന ഒരു മറുപടി മാത്രമാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഇത് തുടർച്ചയായി ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം 23-ാം തീയതി വീണ്ടും സഭ സമ്മേളിക്കുന്ന ഒരു പശ്ചാത്തലം, അവിടെ ഇത് വീണ്ടും ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് മന്ത്രി VN വാസവൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് എത്ര തുക ഇതിൽ നിന്ന് അഡ്വാൻസായി നൽകേണ്ടി വന്നു എന്ന വിഷയത്തിലും അതോടൊപ്പം സംഭാവനയായി ലഭിച്ച തുകയിൽ നിന്ന് എത്രയധികം തുക തിരികെ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യതയായി വരും. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് വലിയ തരത്തിലൊരു രാഷ്ട്രീയ വിമർശനമായി വീണ്ടും ദേവസ്വം ബോർഡിനെതിരെ പ്രതിപക്ഷമടക്കം ഉന്നയിക്കാനാണ് സാധ്യത.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.